ഇന്നലെ നമ്മളെ എല്ലാവരെയും ആശങ്കപ്പെടുത്തിയ ഒരു വാർത്ത പത്തനംതിട്ട തിരുവല്ലയിൽ നിന്ന് വന്നിരുന്നു. പലതരത്തിലുള്ള ലഹരി വിൽപ്പന, ലഹരിയുടെ വിപണനമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. സ്വന്തം മകനെ ഉപയോഗിച്ച്, വെറും 10 വയസ്സ് പ്രായം മാത്രമുള്ള മകനെ ഉപയോഗിച്ച് ലഹരി വിൽപ്പന നടത്തിയ ഒരു പിതാവിന്റെ വാർത്ത ഇന്നലെ വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ആ വിഷയത്തിൽ പിതാവിനെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അമ്മയുടെ മൊഴിയിലാണ് ബാലനീതി നിയമപ്രകാരം കേസെടുത്തത്. MDMA ചെറു കവറുകളിലാക്കി 10 വയസ്സുകാരനായ മകന്റെ ദേഹത്ത് സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചായിരുന്നു പലയിടങ്ങളിലും എത്തിച്ചത്. കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അത്രയും മേൽ ഞെട്ടലൊക്കെ ഉണ്ടാക്കുന്നതാണ്. സെല്ലോ ടേപ്പ് കൊണ്ട് മകന്റെ ദേഹത്ത് MDMA ഒട്ടിച്ച് മകനൊരു കരിയറാക്കി വിടുന്നു, എന്നിട്ട് അത് വിപണനം ചെയ്യുന്നു. ഇതാണ് കുറ്റം. ഇപ്പോൾ CK അഭിലാൽ വിവരങ്ങൾ നൽകും. അഭിലാൽ, ഇപ്പോൾ ബാലനീതി നിയമപ്രകാരം കൂടി കേസെടുക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിൽ ഇയാൾക്കെതിരായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക എങ്ങനെയാണ്? ഇപ്പോൾ എന്തൊക്കെ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? 10 വയസ്സുകാരന്റെ ശരീരത്തിൽ MDMA പ്രത്യേക കവറുകളിലാക്കുകയും പിന്നീട് അത് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച ശേഷം വസ്ത്രം ധരിപ്പിച്ച് പലയിടങ്ങളിലും കൊണ്ടുപോവുകയും ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് മുഹമ്മദ് ഷമീൻ എന്ന 39-കാരനെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 10 വയസ്സുകാരനെ ഉപയോഗിച്ച് കുറ്റകൃത്യം നടത്തി എന്നുള്ള വിഷയത്തിലാണ് കുട്ടിയുടെ മാതാവിന്റെ മൊഴി പ്രകാരം മറ്റൊരു കേസ് കൂടി തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാലനീതി നിയമപ്രകാരമുള്ളതാണ് പുതിയ കേസ്. ചുരുക്കത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ റിമാൻഡിലുള്ള മുഹമ്മദ് ഷമീനെതിരെ ഒരു കേസ് കൂടി വരുന്നതോടുകൂടി ഇയാൾക്ക് ജാമ്യം ലഭിക്കുന്നതിനടക്കം തടസ്സങ്ങൾ നേരിടും. അതേസമയം തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി തുടർ ചോദ്യം ചെയ്യലും അന്വേഷണത്തിനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് പോലീസ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷ നാളെ തിരുവല്ല കോടതിയിൽ അന്വേഷണ സംഘം നൽകും. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കുട്ടിയുടെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയത്. മുഹമ്മദ് ഷമീനും കുട്ടിയുടെ അമ്മയും അതോടൊപ്പം തന്നെ ഇയാളുടെ ഭാര്യയുമായിട്ടുള്ള സ്ത്രീയും തമ്മിൽ ഏറെക്കാലമായി അകന്നു കഴിയുകയും കൂടിയാണ്.